So, waves. A wave is a traveling disturbance that carries energy but not matter. An example, ripples moving outward in water. Water എന്നുകൂടെയുണ്ട്. Ripples moving outward in water. So, a wave is a traveling disturbance that carries energy but not matter. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റിൽ വാട്ടറിലേക്ക് ഒരു സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ what we can see? Yes, ripples we can see and we call it as water waves. So let me see what is happening. So this is the case. This is a still water. എന്ത് സംഭവിക്കും നോക്കാം when we are giving a drop. Can you see? ഇതാണ് നമ്മൾ ഒരു സ്റ്റിൽ വാട്ടറിലേക്ക് ഒരു സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന ടോപ്പ് വ്യൂ. നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണും. ഇതിനെയാണ് നമ്മൾ കോളിംഗ് എന്ത് വാട്ടർ വേവ്സ്. ഇതൊന്ന് സൈഡിൽ നിന്ന് കണ്ടു നോക്കാം. സൈഡ് വ്യൂ. സോ ദിസ് ഈസ് ദ സൈഡ് വ്യൂ. വാട്ട് ഈസ് ദിസ്? യെസ്, ഇറ്റ് ഈസ് എ വേവ്. സോ നമ്മൾ വേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാറ്റേൺ ഇതാണ്, വേവ് പാറ്റേൺ. സോ വി ക്യാൻ സേ ദാറ്റ് വാട്ടർ വേവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് വേവ്സ്. Ripples of water are examples of a wave. Now another example is sound. What happens when a sound is produced? So like this, when we are producing a sound, that also forms a wave. So conclusion is sound is a wave. Next, this is light. So this is a light. When we are switching on a light also travels in the form of waves. Light also forms waves. So waves in 3 examples: water waves, sound waves and light waves. And we said the definition of a wave. What is a wave? Wave is nothing but a traveling disturbance that carries energy, not matter. Matter ne carry cheyyunnilla, only energy. So let's see what it is. So this is our representation of a wave. നമ്മുടെ മനസ്സിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് വേവിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ മീനിങ്? എന്താ ഈ ഒരു റെപ്രസെൻറ്റേഷൻ്റെ മീനിങ്? ഏതോ ഒരു പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്നാണോ? അങ്ങനെയല്ല വേവിൻ്റെ മീനിങ്. അതാണ് നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞത്. വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ക്യാരീസ് എനർജി, നോട്ട് മാറ്റർ. സോ ഐ ആം റെപ്രസെൻറ്റിങ് എ മീഡിയം. നമ്മളൊരു മീഡിയം എടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. എക്സാമ്പിളായിട്ട് വാട്ടർ മീഡിയം തന്നെ എടുക്കാം. സോ ലെറ്റ് ദിസ് ബി സം വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഫോമിങ് എ മീഡിയം. ഏത് മീഡിയം ആയിക്കോട്ടെ, ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ്, അത് ഫോം ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസാണ് ഞാനിവിടെ ഡോട്ട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് സ്റ്റിൽ ഓർ എ റെസ്റ്റ് നൗ. And we are giving a disturbance in the form of either a stone or a water drop, whatever. സോ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. സോ ഈ ഡിസ്റ്റർബൻസ് ഈ പോയിന്റിനെ മാത്രമേ ഇപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. നോ അതർ പോയിൻറ്റ്സ് അതിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. സോ വാട്ട് വിൽ ദിസ് പോയിന്റ് ഡു? അതിന് ഡിസ്റ്റർബൻസ് കിട്ടി, ഇറ്റ് വിൽ വൈബ്രേറ്റ്. ഇത് മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ വൈബ്രേഷൻ കൊണ്ട്, ആ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യും. അപ്പോഴത്തേനും ഈ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. So the next one will vibrate, and as a result the third one will vibrate, fourth, fifth, like this. So at a time one will be vibrating. ഓരോ പാർട്ടിക്കിളും ഈ വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് തൊട്ടടുത്തടുത്തടുത്ത പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാണ്. ജസ്റ്റ് എ വൈബ്രേഷൻ. സോ വൈബ്രേഷൻ മാത്രം ഓരോ പാർട്ടിക്കിളിനും. സോ ഈ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഈ ഡിസ്റ്റർബൻസിൻ്റെ പാത്താണ് വി ആർ ഷോയിങ് ലൈക്ക് ദിസ് പാറ്റേൺ. സോ ദിസ് ഈസ് ദ പാറ്റേൺ ഓഫ് ദ ഡിസ്റ്റർബൻസ് ദാറ്റ് ഈസ് ട്രാവലിംഗ്. അല്ലെങ്കിൽ ആദ്യത്തെ ഡിസ്റ്റർബൻസ് കൊണ്ട് കിട്ടിയ എനർജി ട്രാവൽ ചെയ്യുന്ന പാത്താണ് ഈ വേവ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതോ ഒരു പാർട്ടിക്കിൾ പോകുന്ന വഴിയല്ല. ആ പാർട്ടിക്കിൾ നമ്മൾ ഇടുന്ന സ്റ്റോൺ, വെള്ളത്തിലേക്ക് സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോൺ വാട്ടർ വേവ്സിനൊപ്പം മൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. വാട്ടർ വേവ്സ് മൂവ് ചെയ്യുന്നു. വാട്ടർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് വാട്ടറാണ്. വാട്ടർ മൂവ് ചെയ്യുന്നു. ആ സ്റ്റോൺ വാട്ട് ഈസ് ഹാപ്പനിങ്? ദറ്റ് ഈസ് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദ വാട്ടർ.
So this is called this is wave. So a wave is a traveling disturbance. This is very important point. Traveling disturbance that carries energy, not matter. Example, ripples moving forward in water. So next point, a wave is nothing but a collection of simple harmonic motions. SHM. SHM എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓസിലേഷൻസിൽ പഠിച്ചു. So I said that this is a medium and each particle of the medium is vibrating as a result of the disturbance. And how these vibrations are? These vibrations follow or those vibrations are simple harmonic motions. SHM. So we studied what is SHM. SHM എന്താണ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്താണ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ SHMനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സോ വേവും ഓസിലേഷനും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് അണ്ടർഗോയിങ് SHM ഇൻ എ വേവ്. ഇൻ എ വേവ് പാറ്റേൺ ഓരോ പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നു? ദേ ആർ അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. So that is the relation between wave and oscillation. Each particle only vibrate to and fro about its mean position. നമുക്കറിയാം, we are considering നമ്മുടെ most basic example for oscillation is like this simple pendulum. This is its mean position and it is moving to here, coming back to mean position and going back. This is the position. This is the movement of a simple pendulum. or ഈ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് നമ്മൾ പറയുന്നത്. ലൈക്ക് വൈസ് നമ്മൾ പറഞ്ഞ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഹൗ? ഇത്രയും ലെങ്തി ആയിട്ടല്ല, വൈബ്രേഷൻ മീൻസ് ആൻ ഓസിലേഷൻ ഓഫ് സ്മോൾ ടൈം പീരിയഡ്, അതാണ് വൈബ്രേഷൻ. സോ ഓരോ പോയിൻറ്റ്സും വൈബ്രേറ്റ് ചെയ്യുകയാണ് എബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ. ലൈക്ക് ദിസ്. ഇത് വൈബ്രേറ്റ് ചെയ്യുന്നു, അടുത്ത ടൈമിൽ നെക്സ്റ്റ് വൺ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ടൈം പോകുന്നതിനനുസരിച്ച് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് ആൻഡ് ദ പ്രീവിയസ് വൺസ് ആർ കമ്മിങ് ടു റെസ്റ്റ്. So this is the relation between wave and oscillation. This vibration of each particle is simple harmonic motion. So waves എന്ന് പറയുന്നത്, it is a traveling disturbance that carries energy, not matter. The most basic example, water waves. Also sound and light is also waves. Then what is the relation between oscillation? എന്തിനാണ് നമ്മൾ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ ആദ്യം പഠിച്ചത്? ഓസിലേഷനിൽ we said about സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ വേവ്സിൽ വി ആർ സെയിങ് ദാറ്റ് എ വേവ് ഈസ് നത്തിങ് ബട്ട് എ കളക്ഷൻ ഓഫ് മെനി സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളും, ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് അണ്ടർഗോയിങ് ആൻ SHM. So that is the relation between wave and oscillation. So wave, oscillation, ഈ രണ്ട് ചാപ്റ്റേഴ്സും ഇൻഡിപെൻഡൻറ്റ് ചാപ്റ്റേഴ്സ് അല്ല, they are connected. So this is the relation. So next class, next video we will go further. Thank you.